അതുപോലെ ഞാൻ നിങ്ങളുടെ എല്ലാം പറയുകയാണ്, ഈ വേലത്തരങ്ങൾ പലരും പറഞ്ഞു തരും, ജീവനക്കാരോട് പറയുന്നതാണ്. ആവശ്യമില്ലാത്ത ആളുകളെയൊക്കെ ഒഴിവാക്കും KSRTC. അതിന് ചില വേലകൾ കാണിച്ചോ നമുക്ക് ചില മാനേജ്മെന്റിനെ പേടിപ്പിക്കാം എന്നൊരു പറയുന്നത്. അതിൻ്റെ ഉദാഹരണം, വണ്ടി ക്യാൻസൽ ചെയ്യുക. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ നിന്നും മൂകാംബിയയ്ക്ക് പോയ വണ്ടി ആരോടും ചോദിക്കാതെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ വാസവൻ മിനിസ്റ്റർ വിളിച്ചു കോട്ടയത്ത് നിന്ന്. രാത്രി 9 പേര് ആ വണ്ടിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് നിന്ന്. അവരെ അറിയിച്ചതേയില്ല വണ്ടി വരുത്തില്ല എന്നുള്ള കാര്യം. ഇന്നലെ പിറവത്തുനിന്ന് പോയൊരു വണ്ടി പാലക്കാടേക്ക് പോയി. വണ്ടി ക്യാൻസൽ ചെയ്ത് മെനഞ്ഞാന്ന് ഉച്ചയ്ക്ക് ക്യാൻസൽ ചെയ്തിട്ട് ആരെയും അറിയിച്ചില്ല. അറിയിക്കാത്ത ഉദ്യോഗസ്ഥന്മാരെ 2 പേരെ അങ്ങ് സസ്പെൻഡ് ചെയ്യുക. കൊട്ടാരക്കര ഉള്ളതിനെയും ആരെയാണെന്ന് വെച്ചാൽ സസ്പെൻഡ് ചെയ്തേക്കാൻ പറഞ്ഞിട്ട്. കാരണം അതിൻ്റെ വേലയെന്ന് വെച്ചാൽ ക്ലറിക്കൽ സ്റ്റാഫിന്, ഡെയിലി ബേസ് വരുന്ന ക്ലറിക്കൽ സ്റ്റാഫിന് എണ്ണം കുറച്ചതുകൊണ്ട് ഇവിടെ ഭയങ്കര കുഴപ്പമാണ് എന്ന് പേടിപ്പിക്കാം എന്ന പരിപാടിയാണ്. പേടിപ്പിക്കാൻ വന്നവർ ആദ്യം വെളിയിൽ, പേടിപ്പിക്കാൻ വന്നവരുണ്ടല്ലോ അവർ വെളിയിലാണ്. ഒരു സംശയമല്ല, 2 പേരെയും പിറവത്താളിനെയും സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കൊട്ടാരക്കര ആളിനെയും സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 9 യാത്രക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് മൂകാംബിയയ്ക്ക് പോകാൻ വേണ്ടി ഒരു ക്ഷേത്ര ദർശനത്തിനായി കാത്ത് കോട്ടയത്ത് നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി എന്നെ വിളിച്ച് പരാതി പറഞ്ഞാണ്. അവരെ അറിയിക്കണം വണ്ടി ഇന്ന് വരത്തില്ല എന്ന് നേരത്തെ റിസർവ് ചെയ്ത് അവർ ട്രെയിനിലോ മറ്റു മാർഗ്ഗങ്ങളോ അവർ സ്വീകരിക്കും.